നമസ്കാരം. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ എംബ്രാൻ അല്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് പറഞ്ഞതുപോലെയായി BJPയുടെയും RSSൻ്റെയും അവസ്ഥ. അങ്ങ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് കട്ടു തുടങ്ങിയ ആളുകൾ ഇന്ന് രാജ്യവ്യാപകമായിക്കൊണ്ട് അഴിമതി ആരോപണങ്ങൾ നേരിടുകയാണ്. പണ്ട് നമുക്ക് കേരളത്തിൽ നമ്മുടെ കൊടകരയിൽ കള്ളപ്പണം നമുക്കറിയാവുന്നതാണ്. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണ് BJP നേതാക്കളിൽ നിന്ന് പോലീസ് പിടികൂടിയത്. കേന്ദ്ര അന്വേഷണത്തിന് വേണ്ടി ഈ പാവപ്പെട്ടവൻ കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. നിരവധി തവണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് അവരുടെ വിശദീകരണം ചോദിച്ചിട്ട് മറുപടി കൊടുത്തില്ല. അന്വേഷിക്കാൻ പറഞ്ഞു, അന്വേഷിച്ചില്ല. കാശും സമയവും പോയതല്ലാതെ മറ്റൊന്നും മിച്ചമുണ്ടായില്ല. കാരണം കേന്ദ്ര ഏജൻസികൾ BJPക്കെതിരെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കടന്ന കൈയാണ്. അതവർ ചെയ്യില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വീണ്ടും ഇതാ കേരളത്തിൽ ആരോപണം വന്നിരിക്കുന്നു. കുറേ BJP നേതാക്കളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആരോപണം വന്നതായിട്ട് മാധ്യമങ്ങളിൽ പറയുന്നത് എന്താണ്? കുറേ ആളുകൾ ലോൺ ഒറ്റ തവണയായിട്ട് അടച്ചു കളഞ്ഞു. അല്പം ക്ഷമ കാണിച്ചുകൂടെ? അല്പം ഒരു വകതിരിവ് കാണിച്ചുകൂടെ? RSSകാരോടും BJPക്കാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ കൈയിട്ട് വാരിക്കോ? നിങ്ങൾ അമ്പലവാസികളൊക്കെ കക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കൈയിട്ട് വാരിക്കുക. സകല BJPക്കാരും ഫണ്ട് കൈയിട്ട് വാരിക്കുക. അതിനൊന്നും ആരും എതിരല്ല. അല്പം ആക്രാന്തം കുറേശ്ശെ ബാങ്ക് കൊണ്ടുപോയിട്ട് അടച്ചിരുന്നെങ്കിൽ ഇത് ആളുകൾ വിളിച്ചു പറയോ? ലോൺ ഒറ്റയടിക്ക് അടിച്ചു തീർത്തു. കാറ് തീരെ ലോൺ എടുക്കാതെ ഒറ്റത്തവണയായിട്ട് പൈസ കൊടുത്ത് വാങ്ങി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. വല്ലാത്ത സങ്കടമാണ് തോന്നുന്നത്. അങ്ങ് ഉത്തരേന്ത്യയിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ഭക്തർ കൊടുത്ത പണം, അവരുടെ കാണിക്കയായി കൊടുത്ത സ്വർണവും വെള്ളിയും പണവും എല്ലാം അടിച്ചു കൊണ്ടുപോയത് RSSന് മാത്രം. BJPക്കും സംഘപരിവാറിനും RSSൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നിയന്ത്രണത്തിലുമുള്ള ക്ഷേത്രമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം. അവിടെ നിന്നാണ് ലക്ഷങ്ങളും കോടികളും അടിച്ചു കൊണ്ടുപോയത്. എവിടുന്നാണ് ഈ സ്വർണ്ണമൊക്കെ കിട്ടിയത്? ചാണകക്കുഴിയിൽ നിന്ന്, വിശുദ്ധമായ ചാണകക്കുഴിയിൽ നിന്നാണ് ഈ സ്വർണം, ഈ കട്ട ക്ഷേത്രത്തിലെ അയോധ്യയിലെ ക്ഷേത്രത്തിൽ നിന്ന് കട്ട സ്വർണം കുഴിച്ചിട്ടത്. അത് വലിയ അത്ഭുതമൊന്നും തോന്നാനില്ല. കേരളത്തിൽ കൊടകരയിലെ പണം കണ്ടെത്തിയത് കോഴിക്കോട്ട് നിന്നാണ്. BJPക്കാർ ഈ പണക്കെട്ട് കൊണ്ടുവച്ച് സൂക്ഷിച്ചു വെച്ചത് കോഴിക്കൂട്ടിലും ആട്ടിൻകൂട്ടിൽ നിന്നൊക്കെയാണ് കേരള പോലീസ് പിടികൂടിയത്. കേന്ദ്രം തിരഞ്ഞില്ലെങ്കിലും കിട്ടിയത് അവിടെ നിന്നാണ്. അത്രമാത്രം വളരെ അപരിഷ്കൃതമായ രീതിയിലാണ് പൈസ സൂക്ഷിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് കള്ളപ്പണം കിട്ടണമെങ്കിൽ ഇപ്പോൾ തൂഫാനൊക്കെ പിടിക്കുന്ന ആളുകൾ BJP പ്രതിയാണെങ്കിൽ നേരെ കോഴിക്കൂട്ടിലോ അതേപോലെ നമ്മുടെ ചാണകക്കുഴിയിലോ ഒക്കെയാണ് പരിശോധിക്കേണ്ടത്. പുറത്ത് വെക്കില്ല. ഇവരുടെ രീതി അതാണ്. അപ്പോൾ രാജ്യവ്യാപകമായിട്ട് ഈ രൂപത്തിൽ ക്ഷേത്രപ്പണം കൊള്ളയടിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഇവർ മാറി. ക്ഷേത്ര നിർമ്മാണത്തിന് കിട്ടിയ കോടിക്കണക്കിന് ശതകോടികൾ ഓരോരുത്തരും സ്വകാര്യമായിട്ട് ട്രസ്റ്റുകളും മറ്റ് കമ്മിറ്റികളും ഉണ്ടാക്കിയിട്ട് കയ്യിലാക്കി എന്നാണ് പറയുന്നത്. അതിനൊന്നും കയ്യും കണക്കും ഇല്ലാത്ര. ഈ പൈസയൊക്കെ എതിലെ പോയി എന്ന് ആർക്കും അറിയില്ല. പണ്ട് ജഗതി ചെയ്തതുപോലെ ലോൺ എടുത്തതായിരിക്കും. നമ്മൾ സിനിമയിൽ ജഗതി പണ്ട് ഈ നമ്മുടെ കാണിക്കവഞ്ചിയിൽ കോലിട്ടെടുത്തിട്ട് ഈർക്കലിട്ടിട്ട് പൈസ എടുത്തിരുന്നല്ലോ. പൈസയും സ്വർണ്ണമൊക്കെ എടുത്തിട്ട് ലോൺ എടുക്കാന്നല്ലോ ജഗതി പറഞ്ഞത്. അതേപോലെ ഇനി പക്ഷേ ലോൺ എടുത്തതായിരിക്കും. ഏതായാലും ഇവർക്കെല്ലാം പറ്റും. അമ്പലത്തിലെ പൈസയും ദേവൻ്റെ പൈസയൊക്കെ കട്ട് തിന്നാനും കൊണ്ടുപോകാനും ഉപയോഗിക്കാനും ഒക്കെ ഇവർക്ക് പറ്റും. രാജ്യത്ത് ഏറ്റവും വിശുദ്ധമായ രാഷ്ട്രീയ സംഘടന RSS ആണെന്നൊക്കെ പറയും. RSSൻ്റെ ആളുകൾ തന്നെയാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തുന്നത്. ഏതായാലും രാജ്യം ഭരിക്കുന്ന പാർട്ടി, ഇതൊക്കെ സംരക്ഷിക്കേണ്ട ആളുകൾ, അതിന് ഉത്തരവാദിത്തമുള്ള ആളുകൾ, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറയുന്ന ആളുകൾ നാട് നീളെ ക്ഷേത്രത്തിലെ പണം കക്കുന്നു, കാണിക്ക വഞ്ചി അടിച്ചു കൊണ്ടുപോകുന്നു, കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന ഫണ്ട് അടിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പോൾ RSSൽ നിന്ന് ഡെപ്യൂട്ട് ചെയ്ത സംഘടനാ സെക്രട്ടറി പണം കട്ടുപോയി എന്നാണ് ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റിൻ്റെ വ്യാജ ലെറ്റർ ഹെഡിൽ ഈ പണം കട്ട ആളുകളെ പുറത്താക്കിയതായിട്ട് സർക്കുലർ ഇറക്കുന്നു. എന്തൊക്കെയാണ് കേരളം കാണുന്നത്, രാജ്യം കാണുന്നത്? വല്ലാത്ത അത്ഭുതം തോന്നിയാണ്. നന്ദി, നമസ്കാരം.